എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആക്ടിങ്ങിൻ്റെ ഒരു ക്ലാസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഭയങ്കരമായിട്ട് എല്ലാവരും പറഞ്ഞു എന്തായാലും തുടങ്ങുക, പിന്നെ ഈ കുറേ ആയില്ലേ, ഇത് കുറച്ച് മുന്നേ വേണമായിരുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. എന്തായാലും എനിക്ക് ഈ പറഞ്ഞ പോലെ വേണ്ട എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ കുറവാണ്, അതൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചെടുക്കണം. അപ്പം നമ്മളിങ്ങനെ ക്ലാസ്സസ് വഹിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, കിട്ടുന്ന സമയത്തിനനുസരിച്ച് എവിടെയെങ്കിലും പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്, കാരണം ഏജ് കാറ്റഗറൈസ് ചെയ്ത് വേണം നമുക്ക് ക്ലാസ് എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇടാൻ നമുക്ക് ചിലപ്പോൾ ഇനി പറ്റിയെന്ന് വരില്ല. കാരണം നിങ്ങൾ എനിക്ക് കാണുന്നില്ലല്ലോ, ഇത് വേറൊരു ഡിവൈസ് അല്ലേ. നമ്മൾ കൊറോണ കാലത്തൊക്കെ ക്ലാസ് എടുത്ത പോലെ ഒരു സിസ്റ്റമാണിത്. നിങ്ങൾ എവിടെയോ ഇരിക്കുന്നു, എവിടെയോ ഇരുന്ന് വീടുകളിലും ബസ്സിലും അവിടെയൊക്കെ ഇരുന്നായിരിക്കും നിങ്ങൾ എന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവുക. ഞാനിപ്പം ഈ ഒരു ഫ്രെയിമിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മുമ്പിലുണ്ട് എന്ന് വിചാരിച്ച് അല്ലേ, ലോകത്തോട് മുഴുവനാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളൊരു ആ ഒരു കോൺഷ്യസ്നെസ്, അവരെന്താ പറയുക, ഇതൊരു പ്ലഷർ എൻ്റെ ഉള്ളിലുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ആളുകളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആരോടെങ്കിലും ഇങ്ങനെ എപ്പോഴും നിരന്തരം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കുറച്ച് വിചാരങ്ങൾ, നമ്മുടെ കുറച്ച് നിലപാടുകൾ അതൊക്കെ പറയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നിങ്ങൾ കേൾക്കുക എന്ന് പറയുന്നതും ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ് അതിന്. ഓക്കെ, റെഡി. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കുറച്ച് നോയ്സ് ഉണ്ട്, സോറി കേട്ടോ. അത് കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട്, അതാണ്. ഓക്കെ, ആക്ടിങ്ങിൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആക്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അത്രയും പോപ്പുലറായിട്ടുള്ള വലിയൊരു ആക്ട്രസ്സൊന്നുമല്ല ഞാൻ, നിങ്ങൾക്കറിയാലോ. അപ്പം നമ്മളുടെ രൂപത്തിനും ഭാവത്തിനും നമ്മുടെ കഴിവിനും അനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് നമ്മൾക്ക് എവിടെയാണെങ്കിലും വരിക. ഇപ്പം നാടകത്തിലായാലും സിനിമയിലായാലും ഒക്കെ. ഓക്കെ, അപ്പം അതൊരു പരിമിതിയാണ് ഒരു അർത്ഥത്തിൽ. അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഓരോ ദിവസവും ഒരു ആക്ട്രസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വെല്ലുവിളി. അവനവനോട് തന്നെ സ്ട്രഗിൾ ചെയ്യുക എന്ന് പറയുന്നത്. ലൈഫും അത് തന്നെയാണല്ലോ. നമ്മൾ നിരന്തരം നമ്മളോട് തന്നെയാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ജീവിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് സത്യമാക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വേ എന്ന് പറയുന്നത്, അല്ലെ ഇത് എന്ന് കിട്ടും നമുക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താവും എന്നൊന്നുമില്ല. ഡേ ടു ഡേ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വരും നമ്മളുടെ അടുത്തേക്ക്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം കഥാപാത്രങ്ങളും അവസരങ്ങളും എല്ലാം, സൗഹൃദങ്ങളും അതിനനുസരിച്ചുള്ള കുറേ ബന്ധങ്ങളൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരും. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. നമ്മൾ ശ്രമിക്കാതെ മൂലക്കിലിരുന്നാൽ എപ്പോഴും അവിടെ ഇരിക്കുകയുള്ളൂ. ഏതെങ്കിലും രീതിയിൽ നമ്മളെ തന്നെ മോൾഡ് ചെയ്ത്, നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത്, നമ്മളെ തന്നെ പ്രണയിച്ച് സ്നേഹിച്ച് നമ്മളോടൊപ്പം എല്ലാവരെയും ചേർത്ത് പിടിച്ചൊക്കെ നിൽക്കുമ്പോഴേ ആ ഒരു സംഭവം എല്ലാ പോസിറ്റീവ് വൈബ്സും നമ്മളോടൊപ്പം ഓക്കെ ആയി വരിക. ഓക്കെ, അപ്പം നമ്മൾക്ക് ആ ഒരു ചിന്തയിൽ തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു. ഒരു അഭിനേതാവിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, എങ്കിലും എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ബേസിക് ക്ലാസ് അല്ലേ. കുറച്ച് വണ്ടികൾ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഓട്ടോറിക്ഷ ഒക്കെയാണ് ഈ റൂട്ടിൽ പോവുക. അപ്പം അത് കുഴപ്പമില്ലല്ലോ അല്ലേ. ബേസിക്കായിട്ട് നമ്മൾക്ക് വേണ്ടത്, ഒരു അഭിനേത്രിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അഭിനേത്രിക്ക് വേണ്ട ഗുണങ്ങൾ, ഒരു അഭിനേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ, അതിൽ പലതുമുണ്ട്, പല ഗുണങ്ങളുമുണ്ട് അല്ലേ. നിങ്ങൾക്കറിയാം, നമുക്ക് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. മമ്മൂക്കയുടെയൊക്കെ ഒത്തിരി പടത്തിൽ നമ്മൾ ബെസ്റ്റ് ആക്ട്രസ് മൂവിയിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒത്തിരി ആളുകൾ. നമ്മൾ ഒരുപാട് പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ വേണ്ടത് എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യനായിരിക്കുക
എന്നുള്ളതാണ് അല്ലേ. നല്ല മനുഷ്യരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നല്ല മനുഷ്യരുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ കേൾക്കുക അല്ലേ, നല്ല ഹ്യൂമാനിറ്റി അല്ലേ, മനുഷ്യത്വം ഉള്ളവരാവുക, മറ്റുള്ളവരോട് ദയയുള്ളവരാവുക, എപ്പോഴും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാനും നല്ല അറ്റാച്ച്മെൻറ്റുകൾ സ്വീകരിക്കാനും, അല്ലെങ്കിൽ നല്ല 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 വാക്കുകൾ കേൾക്കുക, അല്ലെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലേറ്റവും പ്രധാനം ആക്ടിങ്ങിൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ട് കണക്റ്റഡ് ആവുക എന്നുള്ള കാര്യം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾക്കത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾക്കെല്ലാം വേണം അല്ലേ, നമുക്ക് സ്നേഹം വേണം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ടച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ അതുപോലെ സ്നേഹം, സൗഹൃദ സംഭാഷണങ്ങൾ ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അതുപോലെ തന്നെയാണ് ഒരു കഥാപാത്രമായി നമ്മൾ സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിലോ അഭിനയിക്കുമ്പോൾ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. ഞങ്ങൾ ദുബായിൽ ഫിലിം ആക്ടിംഗ് വർക്ക്ഷോപ്പ് ചെയ്യുമ്പോൾ ഔട്ട്റീച്ച് സ്റ്റുഡിയോൻ്റെ ഭാഗമായിട്ട് അവിടെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് ചെയ്യുമ്പോൾ ലാൽ ജോസ് സാറിൻ്റെ ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ സാറ് പറയുകയുണ്ടായി, സാറിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കുറേ ആയിട്ട്. അപ്പം അദ്ദേഹം പറയുന്നത് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ, രണ്ട് ആർട്ടിസ്റ്റുകൾ തമ്മിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ലോക്കാവുന്ന ഒരു സംഭവം, അതെനിക്ക് ആദ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്ന് സാർ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് കറക്റ്റ്. നമ്മൾ ആരെങ്കിലുമായിട്ട് ലോക്ക്ഡ് ആവുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. എപ്പോഴും അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അഭിനയിക്കുന്ന സമയത്താണ്. ലൈഫിൽ നമുക്ക് ചിലപ്പം ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു പെറ്റ്സിനോട് കാണിക്കുന്ന സ്നേഹം അല്ലേ, ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് അല്ലേ. അല്ലെങ്കിൽ എളുപ്പമാണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയൊക്കെ ആയിപ്പോവും. നമ്മൾ സാമൂഹ്യ ജീവിയാണ്, നമ്മൾ അങ്ങനെയാണ്. പക്ഷേ അഭിനയിക്കുന്ന സമയത്തും നമ്മൾ ചിലപ്പോൾ മുമ്പിലുള്ള ആർട്ടിസ്റ്റ് നമ്മൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളായിരിക്കാം, ഒട്ടും പരിചയമില്ലാത്ത അദ്ദേഹം എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കാം ആക്ട്രസ് എന്നൊന്നും അറിയാത്ത ഒരാളായിരിക്കാം. പക്ഷേ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ പരസ്പരം സംസാരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പറയുന്ന ഒരു ഡയലോഗിനെ അവരെ ഏറ്റെടുക്കുകയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം അതിൻ്റെ മറുപടി അവർ തരുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള, അല്ലെങ്കിൽ രണ്ട് കഥാപാത്രങ്ങൾക്കും രണ്ട് വ്യക്തികൾക്കും ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ കഥാപാത്രത്തിൻ്റെ ഡയലോഗ്സിനിടയിലുള്ളൊരു സ്പേസ് ഉണ്ട്. അത് മനസ്സിലാക്കുക, അത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു മൊമെൻ്റാണത്. ഞാൻ പിന്നെ വന്നു ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പം ജോ ബേബി, ഗ്രേറ്റ് ഡയറക്ടർ ജോ ബേബി, അദ്ദേഹം എന്നെ വിളിച്ച സമയത്ത് അതിൽ അഭിനയിക്കുന്ന നിമിഷ സജയനാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര നിമിഷ സജയൻ്റെ കൂടെയൊക്കെ ഞാൻ അഭിനയിക്കുകയെ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം എങ്ങനെയായിരിക്കും അവരുടെ ഒരു ആക്ടിങ് സ്റ്റൈൽ, അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന സിനിമയിൽ കാണാതെ നമ്മൾ ലൈവായിട്ട് ആളുടെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിതം എങ്ങനെയായിരിക്കാം, ഒരു എനർജി ലെവൽ എങ്ങനെയായിരിക്കാം എന്നെനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു പൊട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ അവിടേക്ക് പോയത്. എങ്കിൽ ഞാൻ അതിൻ്റെ ഷൂട്ട് തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ഡയലോഗ്സ് തരുന്നു. ഞാൻ ഡയലോഗ്സൊക്കെ വേഗം പഠിച്ചെടുത്തു. അതിൽ പിന്നെ മൃദുല ചേച്ചിയുടെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് തന്നപ്പോഴും ഞാൻ പെട്ടെന്ന്, എനിക്ക് ഈ ഇഷ്ടം കൊണ്ടാണ്, നമ്മൾക്ക് ഇഷ്ടമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ഘടകം. അപ്പോൾ ആ പാട്ട് അയച്ചു തന്നപ്പോൾ ഞാനത് പെട്ടെന്ന് പഠിച്ചു. ചെമ്പ്രാന്തമേറെയാണ് പെണ്ണിൻ്റെ ചേരപ്പച്ചിലാണ്, തുറ്റാവ് നീണ്ടതാണ് പെണ്ണിൻ്റെ മീലിൻ്റെ ചേലാണ്, കുലമ്പെരണ്ടെത്തി വള്ളിയം കാരത്തി മലവേര് വയ്ക്കൂലോ
ചേതമ്പാവയ്ക്കുള്ളോ രാരിക്കും രാരാരോ രാരിക്കും രാരാരോ രാരിക്കും രാരാരോ രാരിക്കും. ഇത് അതിലുള്ള മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ഞാനത് ഇപ്പം ചെറുത് മിസ്റ്റേക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, കുറേ ആയില്ലേ ഞാൻ പാടിയിട്ട്. എന്നാലും ഇതൊക്കെ ഞാനത് ആ സമയത്ത് പെട്ടെന്ന് പഠിച്ചെടുക്കുന്നത് ആ ഒരു ആക്ട്രസിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഞാനത്ര വലിയ മിടുക്കിയൊന്നുമല്ല ഡയലോഗ്സൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഇതാക്കാനൊന്നും ഞാൻ അത്ര വലിയ മിടുക്കിയൊന്നുമല്ല. എങ്കിലും ജിയോ ബേബി എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഒരു പടം, പിന്നെ നിമിഷ സജയനും അല്ലെങ്കിൽ അവരൊക്കെ അഭിനയിച്ചു, സുരാജേട്ടനൊക്കെ അഭിനയിക്കുന്ന ഒരു വലിയൊരു ഒരു ഒരു സിനിമയുടെ ഭാഗമാകുക എന്നുള്ള സന്തോഷത്തിൽ നിന്ന് കൊണ്ട് തന്നെയാണ് നമ്മളതൊക്കെ പഠിച്ചെടുക്കുന്നത്. പിന്നെ ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം, ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിനെ. അയ്യോ അവിടെ ഇരിക്കേ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടല്ലോ, അപ്പം കരുതി അടിച്ചു വാരി തുടയ്ക്കാന്ന്. ഈ വീട് അടിച്ചു വാരി തുടയ്ക്കുമ്പോഴേക്കും ഇവിടെ നടു അടിയൂല്ലേ? ശരിയായിച്ചി. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാ. ആകെ 2 മുറിയാകും, ഒരു ചെറിയ അടുക്കളയേ ഉള്ളൂ. അയ്യോ അതവിടെ ഇട്ടേക്ക്, ഞാൻ തുടയ്ക്കുക. അല്ല സാരല്ലേ ചേച്ചി. അല്ല ഈ സമയത്ത് എന്ത് സമയം? സത്യം പണ്ടത്തെ ഓരോ രീതികൾ നോക്കി ഇമ്പക്ക് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മേനെയൊന്നും ഇതിൻ്റെ അകത്ത് കയറ്റൂലേനും, പുറം പണിക്കാൻ നിർത്തുക. ഞാനൊരു കാര്യം പറയട്ടെ, പീരീഡ്സ് ആയാലും ഞാൻ അടുക്കള പണിക്ക് പോവും. മാസം 3-4 ദിവസം പണിക്ക് പോകാണ്ടിരുന്ന ആര് തിന്നാൻ തരാനാ? എനിക്ക് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണേ. പിന്നെ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ആര് ചിന്തിക്കാനാ? ചേച്ചി പൊളിയാണല്ലോ. പൊള്ളിയാവണ്ടൊന്നും ജീവിക്കാൻ പറ്റൂല മോളെ. അപ്പം ആ ഡയലോഗ്സ് തന്ന് ഞാൻ അവരുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് വൈബുണ്ട്. അത് നമുക്ക് ഭയങ്കര രസമാണ്. നമ്മൾ ഒരു ഷട്ടിൽ കളിക്കുന്നൊക്കെ പോലെ നമ്മളൊരു അങ്ങോട്ട് കൊടുത്തിട്ട് അവരങ്ങോട്ട് തിരിച്ച് അടിക്കുന്ന അപ്പോലെ ഒരു ഭയങ്കര ഒരു വൈബാണ്. അത് നമ്മൾ ക്യാരക്ടേഴ്സ് തമ്മിൽ ലോക്ക് ആവുക എന്ന് പറയുന്നത്, ലാജോ സാർ പറഞ്ഞതുപോലെ അത് നല്ലൊരു വേർഡാണത്. ലോക്ക് ആവുക എന്നുള്ളത്, അത് ആ അറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത്, അതിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം എനിക്കത് കുറച്ചും കൂടെ സ്വാഭാവികമായിട്ട്. ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ. പക്ഷെ എന്നെയൊന്നും ആരും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല, എന്നെ അറിയുന്ന ആളുകൾ മാത്രം. പക്ഷേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഉഷയാണ് ഇങ്ങനൊരു ആക്ട്രസ് കോഴിക്കോടുണ്ട് എന്ന് സിനിമ മേഖലയിൽ എന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു സിനിമ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളൊരു നല്ല മനുഷ്യനാവുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ആക്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് കഥാപാത്രമാവുക എന്നതിലുപരി നമ്മൾ നല്ലൊരു വ്യക്തിയായാൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുകയും സ്നേഹിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയായിട്ടിരുന്നാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ നമുക്ക് പൂർണ്ണത കൊണ്ടുവരാനും അവിടെ ഒരു അഭിനയിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളൊരു ക്യാമറയുടെ മുമ്പിലാണെങ്കിൽ നമുക്കതിനെ ആത്മാർത്ഥതയോടെ പരിപൂർണമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഒരു കോ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കത് ആ ഒരു വേ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സ്വയം ഒരു വളരെ അഭിമാനത്തോടെയും അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടെയും നമുക്ക് ഇന്ന് ഓർക്കുന്നൊരു മുഹൂർത്തമാക്കി നമ്മൾ അതിനെ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ, ഒരു 100% നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പകുതിയോ മുക്കാലോ ഭാഗം ഓഡിയൻസ് എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത്, നിങ്ങൾ നല്ല മാനുഷികതയും നല്ല സ്നേഹവും കരുണയും ഒക്കെയുള്ള മറ്റ് എല്ലാ ജീവികളോടും കരുണയും വാത്സല്യവും ദയയും ഒക്കെയുള്ള നല്ല വ്യക്തികളായിട്ട് നിങ്ങൾ മാറുക. ഞാനിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ പൊക്കെയാണല്ലോ, പക്ഷെ ഞാനിതൊക്കെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ആക്ട് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ കഥാപാത്രത്തോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് എനിക്കുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും ലൈവായിട്ടിരിക്കുക, നിങ്ങളോടിങ്ങനെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ എപ്പോഴും. പ്രശ്നങ്ങളൊക്കെ വരും അപ്പോഴത്തേക്കൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ പിന്നെ കൂടുതലും മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. എപ്പോഴും കൂട്ടമായിട്ട് നിൽക്കാനും കൂട്ടമായിട്ട് ആഘോഷിക്കാനും കൂട്ടത്തിൽ ചേർന്ന് പാടാനും കളിക്കാനും ചിരിക്കാനുമാണ് എനിക്കിഷ്ടം. ഓക്കെ,
അങ്ങനെ ലൈവായിട്ടിരിക്കുക എപ്പോഴും. ആ ലൈവ്നെസ് തന്നെയാണ് നിങ്ങളുടെ പെർഫോമൻസിലും നിങ്ങളിപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ക്യാരക്ടറായിട്ട് നടക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും ഡയലോഗ്സ് പറയുമ്പോഴും ഒക്കെ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് വരും, കുട്ടികളെ പോലെ, കുട്ടിക്കാലത്തെ പോലെ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയും പോരെ? അടുത്തൊരു സെഗ്മെൻറ്റിൽ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇനിയും സംസാരിക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ക്യാരക്ടറുകൾ തമ്മിൽ ലോക്കാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ ടിപ്പാണ് നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കുമെങ്കിലും എനിക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വളരെ ആക്റ്റീവായും ലൈവായും ഭയങ്കര ഹാപ്പി ആയിട്ടും ലൈഫിനെ കാണുക. നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് പെരുമാറുക, മറ്റ് ജീവികളോടും എല്ലാവരോടും ഭയങ്കര ലൈവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്. ഓക്കെ, ബൈ. വീണ്ടും കാണാം. ബൈ. താങ്ക് യു.